ഹായ് എവരിവൺ. നമ്മൾ ഇന്ന് സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ബേസിക് ആയിട്ടുള്ള ക്ലാസ്സിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം, മറ്റ് ലാംഗ്വേജിനെ വെച്ച് നോക്കുമ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജിന് സെന്റൻസിന് അതായത് സെന്റൻസിന്റെ സ്ട്രക്ചറിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം ഈ സെന്റൻസ് സ്ട്രക്ചറിൽ മെയിൻ ആയിട്ട് 3 പോർഷൻ ആണ് വരുന്നത്: സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്. ഇത് നിങ്ങൾ നിങ്ങളുടെ പ്രീവിയസ് ആയിട്ടുള്ള ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ പുതിയതായിട്ട് പഠിക്കുന്ന ആളുകളാണെങ്കിൽ നമ്മളുടെ ഫസ്റ്റ് ക്ലാസ് ഇതാണ് വരുന്നത്. അപ്പൊ ക്ലാസ് കാണുന്നതിന് മുമ്പ് എല്ലാവരും ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഈ സെന്റൻസ് റൈറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഈസി ആയിട്ടുള്ള ഒരു ഫോർമുല ഉണ്ട്. അപ്പം ദിസ് ഈസ് എ വെരി യൂസ്ഫുൾ ഫോർമുല ഫോർ സെന്റൻസ് ഫോർമുലേഷൻ ഇൻ ഇംഗ്ലീഷ്. അപ്പൊ ഈ ഒരു ഫോർമുല എന്ന് പറയുന്നത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും നമുക്കൊരു സെന്റൻസ് റൈറ്റ് ചെയ്യാനും അതേപോലെ തന്നെ സ്പീക്ക് ചെയ്യാനും. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ആ ഫോർമുല എന്ന്. ഫോർമുല വരുന്നത് എസ് എഫ് വി ഒ എം പി ടി. ഇതാണ് നമ്മളുടെ ഫോർമുല. അപ്പൊ ഈ ഫോർമുല എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ബൈ ഹാർട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിൽ വലിയ പാടൊന്നുമില്ല. അപ്പൊ നിങ്ങൾ ആദ്യം തന്നെ ഇതിൽ ഓരോന്നും എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പൊ ആദ്യം എസ് റെപ്രസെന്റ് ചെയ്യുന്ന എന്തിനെയാണ്? സബ്ജക്റ്റിനെയാണ്. എന്തിനെയാണ് എസ് റെപ്രസെന്റ് ചെയ്യുന്നത്? സബ്ജക്റ്റ്. എസ് ഫോർ സബ്ജക്റ്റ്. എഫ് എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? അല്ലെങ്കിൽ എഫ് എന്താണ് സ്റ്റാൻഡ് ചെയ്യുന്നത്? ദാറ്റ് ഈസ് ഫൈനൈറ്റ്. ഫൈനൈറ്റ് വെർബ്. ഓക്കെ, അപ്പൊ എഫ് ഫൈനൈറ്റ് വെർബും വി മെയിൻ വെർബ്, ദെൻ ഒ എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റ് എം മാനർ, ദെൻ പി പ്ലേസ്, ദെൻ ടി എന്തിനെയാണ് സ്റ്റാൻഡ് ചെയ്യുന്നത്? ടൈം. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ഒരു സെന്റൻസ് ഇംഗ്ലീഷിൽ കറക്റ്റ് ആയിട്ട് റൈറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഈ ഫോർമുല ബൈ ഹാർട്ട് ചെയ്യാൻ ഈസി ആയിട്ട് നമുക്ക് റൈറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പൊ അതിൽ നമ്മൾ നോക്കുക, ചില സമയത്ത് നമുക്ക് ഡൗട്ട് വരും. ഈ പ്ലേസും ടൈമും വരുന്ന സമയത്ത് ആദ്യം പ്ലേസ് എഴുതിയിട്ടാണോ ടൈം എഴുതുന്നത് അല്ലേ? അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? പ്ലേസ് എഴുതുക, അതിന് ശേഷമാണ് എന്ത് ചെയ്യാവുള്ളൂ? ടൈം എഴുതാവൂ. അപ്പം ഇറ്റ് ഹെൽപ്പ് യു ടു റിമെമ്പർ ദ കറക്റ്റ് വേർഡ് ഓർഡർ ഇൻ ഇംഗ്ലീഷ് സെന്റൻസ്. അപ്പൊ നമ്മളുടെ കറക്റ്റ് ആയിട്ടൊരു വേർഡ് ഓർഡർ മനസ്സിലാക്കി സംസാരിക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു ഫോർമുല വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതിലുള്ള ഓരോ ടേംസും നമുക്ക് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, എക്സാമ്പിൾ എല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ആദ്യം ഈ ഒരു ഫോർമുല യൂസ് ചെയ്ത് എങ്ങനെയാണ് സെന്റൻസ് റൈറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞു സബ്ജക്റ്റ് ആണ്, പിന്നെ ഫൈനൈറ്റ് വെർബ് ആണ്, പിന്നെ ഒബ്ജക്റ്റ് ആണ്, പിന്നെ മാനർ ആണ്, പിന്നെ പ്ലേസ് ആണ്, പിന്നെ ടൈം ആണെന്ന് നമ്മൾ പറഞ്ഞല്ലേ. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ. അതായത് അവൻ ഇന്നലെ വന്നു. ഓക്കെ, ഇവിടെ നോക്കാം. അവൻ ഇന്നലെ വന്നു. ഓക്കെ, അവൻ ഇന്നലെ വന്നു. അപ്പൊ നമുക്കിതൊരു സെന്റൻസ് നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ നോർമലി പറയുന്ന ഒരു സെന്റൻസ് ആണ്. അപ്പൊ ഇതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്യും, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ റൈറ്റ് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ നോക്കാം, ഇവിടെ 3 വേർഡ്സ് ആണ് ഉള്ളത് അല്ലെ? 3 വേർഡ്സ് ഉണ്ട് ഇതില്. സബ്ജക്റ്റ് ഏതായിരിക്കും? സബ്ജക്റ്റ് എന്ന് പറയുന്നത് പ്രവൃത്തി ചെയ്യുന്ന ആള് എന്ന മീനിങ്ങിലാണ് വരിക. അപ്പൊ ഇവിടെ ആരാണ് പ്രവൃത്തി ചെയ്തത്? അവനാണ് അല്ലെ? അപ്പൊ അവനായിരിക്കും ഇവിടെ സബ്ജക്റ്റ് ആയിട്ട് വരിക. ഇനി വന്നു എന്ന് പറയുന്നത് എന്താണ് വരിക? വെർബാണ്. അതായത് അവൻ ചെയ്ത പ്രവൃത്തി എന്ന് പറയുന്നത് അവൻ ഇന്നലെ വന്നു എന്നുള്ളതാണ്. അപ്പൊ വന്നു എന്നതാണ് അവൻ ചെയ്ത പ്രവൃത്തി അല്ലെങ്കിൽ വെർബ്. ഓക്കെ, ഇനി ഇന്നലെ എന്ന് പറയുമ്പം അത് പ്ലേസ് ആണോ ടൈം ആണോ? ടൈം ആണല്ലേ? ടൈം ആണ്. ഓക്കെ, സോ അവൻ ഇന്നലെ വന്നു. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതണം? സബ്ജക്റ്റ് ആദ്യം വരണം, പിന്നെ വരേണ്ടത് വെർബാണ്, പിന്നെയാണ് ടൈം വരാവൂ. അപ്പൊ ഫസ്റ്റ് വരേണ്ടത് എന്താണ്? സബ്ജക്റ്റ് ആണ്, സെക്കൻഡ് വെർബാണ് വരേണ്ടത്, മൂന്നാമത് ടൈം. അപ്പൊ നമുക്ക് ഈ സെന്റൻസ് ഒന്ന് എഴുതി നോക്കിയാലോ. അവൻ എങ്ങനെ നമ്മൾ എഴുതും? ഹി വന്നു എന്ന് പറയുമ്പോൾ കമ്മാണോ കെയിം ആണോ വരേണ്ടത്? V2 ഫോം ആണ്. വന്നു എന്ന് പറയുമ്പോൾ ചെയ്ത ഒരു പ്രവൃത്തി, അതായത് ഓൾറെഡി ചെയ്ത ഒരു പ്രവൃത്തിയാണ് അല്ലെ? അപ്പൊ നമ്മൾ V2 ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഹി കെയിം എന്ന് വേണം എഴുതാനായിട്ട്, കമ്മല്ല, ഹി കെയിം. ഇനി യെസ്റ്റർഡേ
എന്നതാണ് ഇന്നലേക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ യെസ്റ്റർഡേ. നോക്കിക്കേ, ഇവിടെ നമുക്ക് ഈസി ആയിട്ട് ഒരു സബ്ജക്റ്റ് ഒരു സെന്റൻസ് എഴുതാൻ പറ്റിയില്ലേ, നമുക്ക് ഈ ഫോർമുലയിൽ അപ്ലൈ ചെയ്തിട്ട്. ഇനി വേറെ ഒരെണ്ണം നമുക്ക് നോക്കാം. മനു വേഗത്തിൽ ഓടി. എങ്ങനെ എഴുതാൻ പറ്റും? മനു വേഗത്തിൽ ഓടി. ഇവിടെ നമുക്കറിയാം മനു എന്നതാണ് സബ്ജക്റ്റ്. അവൻ ഓടി. ഓടി എന്ന് പറയുന്നതാണ് അവൻ ചെയ്ത പ്രവൃത്തി. അതായത് വെർബ് ഏതാണ്? ഓടിയാണ്. എങ്ങനെയാ ഓടിയത്? വേഗത്തിൽ. അതല്ലേ, വേഗത്തിലാണ് ഓടിയത്. അതായത് ഈ വർക്ക് അല്ലെങ്കിൽ പ്രവൃത്തി എങ്ങനെയാണ് ചെയ്തത് എന്നത് കാണിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ മാനർ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇതെന്താണ്? മാനർ ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതണം നോക്ക. സബ്ജക്റ്റ് വരണം. സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് ഏതാ വരണ്ടേ? വെർബ് ഉണ്ട്. പിന്നെ നമുക്ക് മാനർ ആണുള്ളത്. അപ്പൊ എങ്ങനെ എഴുതാൻ പറ്റും? മാനു റൺ. മാനർ ആണല്ലേ. ഫാസ്റ്റ്. ഓക്കെ, മനു റൺ ഫാസ്റ്റ്. അപ്പൊ മനു ആദ്യം വന്നു സബ്ജക്റ്റ്, നെക്സ്റ്റ് വരേണ്ട വെർബാണ്. ഇനി ഓടി. എങ്ങനെയാ ഓടിയത്? ഫാസ്റ്റ് ആയിട്ട്. അപ്പൊ മാനർ ആണ് അത് കഴിഞ്ഞിട്ട് കൊടുക്കേണ്ടത്. മനസ്സിലായോ? മാനർ. ഓക്കെ. അപ്പൊ വേഗത, അതായത് ആ പ്രവൃത്തി എങ്ങനെയാന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പൊ വെർബ് കഴിഞ്ഞിട്ടാണ് നമ്മൾ മാനർ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഒരു സെന്റൻസ് റൈറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ജനറൽ ആയിട്ടുള്ള ഫോം. എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് എന്താണ് സബ്ജക്റ്റ് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞു ആദ്യം ഒരു സെന്റൻസ് റൈറ്റ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ എന്താണ് എഴുതേണ്ടത്? സബ്ജക്റ്റ് ആണ് അല്ലേ? അപ്പൊ ഈ സബ്ജക്റ്റ് എന്താണെന്ന് നോക്കാം. അപ്പൊ കർത്താവ് എന്ന് മലയാളത്തിൽ പറയും. ദ പേഴ്സൺ ഓർ തിങ് ദാറ്റ് പെർഫോം ആക്ഷൻ. അതായത് ഒരു പ്രവൃത്തി ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു പ്രവൃത്തി ചെയ്യുന്ന ആള്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കർത്താവ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എക്സാമ്പിൾ. ഫസ്റ്റ് എക്സാമ്പിൾ നോക്കാം. അവൻ ഒരു പുസ്തകം വായിക്കുകയാണ്. അപ്പൊ ഇവിടെ ആരാണ് പ്രവൃത്തി ചെയ്യുന്നത്? അവനാണ് പുസ്തകം വായിക്കുന്നത് അല്ലേ? അപ്പൊ ഇവിടെ നോക്കാം, അവനാണ് ഒരു പുസ്തകം വായിക്കുന്നത്. അപ്പം ഇവിടെ ആരാണ് സബ്ജക്റ്റ് വരുന്നത്? അവനാണ്. അപ്പൊ എങ്ങനെ വരും? അവൻ ഒരു പുസ്തകം വായിക്കുകയാണ്. അപ്പൊ ആദ്യം നമ്മൾ എഴുതേണ്ടത് ഹീ ആണ്. അപ്പൊ ഹീ ഈസ് റീഡിങ് എ ബുക്ക് എന്ന് വരും. അപ്പൊ ഇവിടെ ആരാണ് പ്രവൃത്തി ചെയ്യുന്നത്? അവനാണ് പ്രവൃത്തി ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ സബ്ജക്റ്റ് അവനായിരിക്കും. ഹീ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. ഇനി അടുത്ത് നോക്കാം. കുട്ടികൾ പാർക്കിൽ കളിക്കുകയാണ്. ഇവിടെ ആരാണ് പ്രവൃത്തി ചെയ്യുന്നത്? കുട്ടികളാണ് അല്ലേ? അപ്പൊ കുട്ടികളെയാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. അപ്പൊ എങ്ങനെ വരും? ചിൽഡ്രൻ. ദ ചിൽഡ്രൻ ആർ പ്ലേയിങ് ഇൻ ദ പാർക്ക്. അപ്പം ഇവിടെ ചിൽഡ്രൻ ആണ് എന്തെന്ന് പറയുന്നത്? സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. ഇനി നോക്കുക, അടുത്ത ഒരു എക്സാമ്പിൾ ഉണ്ട്. നിങ്ങൾ തന്നെ ഒന്ന് എഴുതി നോക്കുക. അവൾ ഒരു കത്ത് എഴുതുന്നു. ഇവിടെ ആരാണ് കത്ത് എഴുതുന്നത്? അവളാണ്. അപ്പൊ ഇവിടെ സബ്ജക്റ്റ് വരുന്നത് ആരാണ്? അവളാണ് അല്ലേ? ഇനി എന്താണ് എഴുതുന്നത്? കത്താണ്. അപ്പൊ കത്ത് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ആയിരിക്കും. പിന്നെ പ്രവൃത്തി ഈ വെർബ് എന്ന് പറയുന്നത് എന്താണ്? റൈറ്റിംഗ് ആണല്ലേ? അപ്പൊ നമ്മള് സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് എന്നാണ് വരുന്നത് അല്ലെ? സിമ്പിൾ ആയിട്ട് നമ്മൾ പറയുമ്പോൾ സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ്. അപ്പം അവളാണ് എ ലെറ്റർ എന്ന് വരും അല്ലേ? അവൾ എന്ത് എഴുതുന്നു? ഒരു കത്ത് എഴുതുന്നു. മനസ്സിലായോ? അങ്ങനെയാണ് വരുന്നത്. അവൾ ഒരു കത്ത് എഴുതുന്നു. എങ്ങനെ വരുമ്പോ എന്ത് വരും? ഇതൊരു പ്രസന്റ് ടെൻസ് ആണ്. അതുകൊണ്ട് ഷീ സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ എന്ത് എഴുതണം? ഷീ റോട്ട്സ് എന്ന് വേണം കൊടുക്കാനായിട്ട്. അപ്പൊ അതൊക്കെ നമുക്ക് ലേറ്റർ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം. സൂര്യൻ കിഴക്കുദിക്കുന്നു. നമ്മൾ പറഞ്ഞു ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയാവാം അല്ലെങ്കിൽ ഒരു തിങ് ആവാം. അപ്പൊ ഇവിടെ നോക്കുക, സൂര്യൻ എന്ന് പറയുന്ന ഒരു കിഴക്കുദിക്കുന്നു. അപ്പൊ നോക്കാം, ഇവിടെ സബ്ജക്റ്റ് ആരാണ്? ആരാണ് കിഴക്കുദിക്കുന്നത്? സൂര്യനാണ് അല്ലെ? അപ്പൊ സബ്ജക്റ്റ് ആരാണ്? സൂര്യനാണ്. എവിടെയാണ് ഉദിക്കുന്നത്? കിഴക്കാണ് ഉദിക്കുന്നത്.
അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെ എഴുതും. സൺ, the sun, the sun rises in the east എന്ന് വരും. എവിടെയാണ് ഉദിക്കുന്നത്? ഇൻ ദ ഈസ്റ്റ്. ഇവിടെ നോക്കാം, ഉദിക്കുക എന്നതാണ് ഇവിടെ വെർബ്, ഇത് സബ്ജക്റ്റ്, ഇത് പ്ലേസ്. ഇപ്പൊ നോക്കാം, സബ്ജക്റ്റ് ആദ്യം എഴുതി, പിന്നെ വെർബ് എഴുതി, പിന്നെയാണ് നമ്മൾ പ്ലേസ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് എങ്ങനെ ഒരു സബ്ജക്റ്റ് എന്താന്ന് ഒരു സെന്റൻസിൽ നിന്ന് മനസ്സിലാക്കും. അപ്പൊ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രവൃത്തി ചെയ്യുന്ന ആള് അല്ലെങ്കിൽ കർത്താവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സബ്ജക്റ്റ് എന്ന് പറയുന്നത്.